മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ MLA എന്ന പട്ടത്തിനപ്പുറത്ത് മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ പോലും ഇടമില്ലാതായിരിക്കുകയാണ്. രാഹുലിന് ജാമ്യമില്ല എന്ന് കോടതി കൂടി വിധിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. പക്ഷേ കേരള പോലീസ് ഇപ്പോൾ ഫോൺ ഹാക്ക് ചെയ്തു എന്ന വിവരങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ഇന്നലെ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായി SITയുടെ കസ്റ്റഡിയിലാണ് എന്ന് തുടങ്ങി നിരവധി വാർത്തകൾ രാത്രിക്ക് രാത്രി വന്നിരുന്നു. തുടർന്ന് കാസർകോട്ടെ കോടതി വളപ്പിലേക്ക് ജനം എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴൊക്കെ കോടതിക്കകത്ത് മാങ്കൂട്ടം ഉണ്ട് എന്ന തരത്തിൽ വലിയ വാർത്തകളും പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാങ്കൂട്ടത്തിനെ കണ്ടുകിട്ടിയില്ല എന്ന് പോലീസ് അതേ കോടതി വളപ്പിൽ നിന്നുകൊണ്ട് തന്നെ പറയേണ്ടി വന്നു. എന്നാൽ ഇന്നിപ്പോൾ കോൺഗ്രസിന് മാങ്കൂട്ടം ഒരു ആയുധമായി മാറുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇങ്ങനെ ചരിത്രപരമായൊരു നീക്കം നടത്തിയിട്ടുണ്ടോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന ചോദ്യം. ഇവിടെയാണ് മാങ്കൂട്ടം വിഷയമടക്കം ശബരിമലയിലെ സർക്കാരിന്റെ കള്ളക്കളികളെയും മാങ്കൂട്ടത്തിന്റെ തോളുരുമി നിന്ന നേതാവ് തന്നെ വലിച്ചു പുറത്തിടുന്നത്. പാർട്ടി അംഗമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്? P ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. PK ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. ഇവരുടെ ചാനൽ ചർച്ചകളിൽ പോകുന്ന DYFI നേതാവിനെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ VN വാസവനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ്. 750 കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തിട്ട് 150 കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്റ്റാണ്. ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തു. 2/25 ഇന്നലെ ഉച്ച കഴിഞ്ഞു. 2/26 തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരോപണം വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തപ്പെടുകയും 3 തരത്തിൽ നടപടിയെടുക്കുകയും ചെയ്തു. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ തള്ളിയപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ധാർമ്മികതയാണോ? അല്ല, ഒരു ആരോപണം വന്നു, നടപടിയെടുത്തില്ല. പരാതി വന്നു, നടപടിയെടുത്തില്ല. കേസ് കൊടുത്തു, നടപടിയെടുത്തില്ല. പരാതിക്കാരി പരസ്യമായി പറഞ്ഞു, നടപടിയെടുത്തില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു, ജനം വൃത്തിയായിട്ട് തോൽപ്പിച്ചു. എന്നിട്ടും ഇന്നും CPIM നേതാവായി ഒരു MLA ആയി നെഞ്ചു നിവർത്തി നടക്കുന്ന CPMന്റെ ധാർമ്മികതയാണോ മികച്ചത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പാർട്ടി അംഗമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്? ഞങ്ങൾ ഇപ്പൊ ഈ റിക്ടർ സ്കെയിലിൽ 7 മുകളിലുള്ള തീവ്രതയുള്ളത് മാത്രമാണ് ഇവർ എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് തീവ്രത അളക്കാൻ ഇവരാരാണ്? ഇവിടെ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറിയുമാണുള്ളത്. ഇന്ത്യൻ ജുഡീഷ്യറി ഉള്ള കാലഘട്ടത്തിൽ പാർട്ടി കമ്മീഷനും പാർട്ടി കോടതിയും അങ്ങ് തീരുമാനിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്നോർത്താണ് ഇരിക്കുന്നത്. അത് തികച്ചും നിരുത്തരവാദപരമായി ഇന്ത്യയിലെ ഭരണഘടനയും ജനാധിപത്യവും അംഗീകരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ്. കാരണം എന്താ? എത്രയേറെ ആരോപണങ്ങൾ വന്നു. P ശശിയുടെ കാര്യത്തിൽ ആരോപണം വന്നു, ഇവർ പരാതി പോലീസിന് കൈമാറിയോ? ഞങ്ങളുടെ KPCC ഓഫീസിലേക്ക് ഡേറ്റ് ഇല്ലാത്ത, പേരില്ലാത്ത, ആരാണെന്നറിയില്ലാത്ത ഒരു പരാതി വന്നപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവിക്ക് DGPക്ക് കൈമാറി. പക്ഷേ P ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. PK ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. ഇവരുടെ ചാനൽ ചർച്ചകളിൽ പോകുന്ന DYFI നേതാവിനെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. എത്രയോ കാരണങ്ങൾ വന്നു, എത്രയോ കാര്യങ്ങൾ വന്നു, അപ്പോഴൊന്നും പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. ഇതൊക്കെ പോട്ടെ, ഈ നിമിഷത്തിലെങ്കിലും ഇവരെ തള്ളിപ്പറയാനുള്ള സാമാന്യ മര്യാദ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ മഹിളാ അസോസിയേഷന്റെ നേതാവല്ലേ പറഞ്ഞേ, അത് തീവ്രത കുറഞ്ഞത്, ഇത് തീവ്രത കൂടി. ഇവരാരാ തീവ്രത അളക്കാൻ? ഇവർക്കാരാണ് തീവ്രത അളക്കുന്ന പോലെ മെഷീൻ AKG സെന്റർ ഉണ്ടാക്കി വിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ AKG സെന്റർ ഇതിന്റെ ഫാക്ടറി ആക്കിയാണ് നല്ലത്. അതുകൊണ്ട് CPM DYFIക്കാരോടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത്രയധികം പീഡന പരാതികൾ ഉണ്ടായിട്ടും അവരെ പാർട്ടിയുടെ കൂടിനുള്ളിൽ സംരക്ഷിച്ചു നിർത്തുന്ന DYFIക്കാരൻ മധുരം വിളമ്പുമ്പോൾ ഉളുപ്പുണ്ടോ DYFIക്കാരെ എന്ന് ചോദിക്കാനുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാട്, ഞങ്ങളെടുത്ത തീരുമാനം, ഞങ്ങളെടുത്ത നടപടികൾ അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മാതൃകയാക്കാൻ പറ്റുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തത്. ഇനി സ്വർണ്ണപ്പാളി വിഷയം നിങ്ങൾ എടുക്കുക. ഈ ജില്ലയിൽ നിന്നല്ലേ പത്മകുമാർ എന്ന് പറയുന്ന ആളെ ഇന്നലെ ദ്വാരപാലക ശില്പത്തിന്റെ
പാളികൾ കട്ട കേസിലും പ്രതിയാക്കിയിരിക്കുകയാണ് കോടതി. എന്ന് പറഞ്ഞാൽ അയാൾ ഒരു അമ്പലം വിഴുങ്ങിയായിരുന്നു എന്ന് ഈ നാടിന് മുഴുവൻ ബോധ്യമായി. വാസു എന്ന് പറഞ്ഞാൽ ഒരു അമ്പലക്കൊള്ളക്കാരനാണ് എന്ന് നാടിന് മുഴുവൻ ബോധ്യമായി. എന്നിട്ടും ഈ രണ്ടാളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഈ ദിവസം വരെയായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇന്നും സംരക്ഷിച്ചു നിർത്തുകയല്ലേ? എന്ന് പറഞ്ഞാൽ കാട്ടുകൊള്ളക്കാരെയും അമ്പലം വിഴുങ്ങികളെയും ഇതുപോലെയുള്ള സ്ത്രീ പീഡകരെയും സംരക്ഷിച്ചു നിർത്തുന്ന CPM ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ വരണ്ട എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയ തലവേദനയിലായിരിക്കുന്നു. മറ്റു വിഷയങ്ങൾക്ക് മുഖം വിധം ഇത് മാത്രം ചർച്ചയാകുന്നു, ഇത് വലിയ വിഷയമാകുന്നു. ഇപ്പോഴും അദ്ദേഹം ഒളിവിലാണ്. ഇത് നിരന്തരം തെരഞ്ഞെടുപ്പ് വരെ ഇത് തന്നെ തുടരാൻ പോവുകയായിരിക്കും. എങ്ങനെ നേരിടും? അല്ല, ഇത് ഞങ്ങൾ ഗ്രൗണ്ടിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇനി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടൊന്നുമല്ലല്ലോ. ഇത് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള പോലീസിന് വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ് തിരക്കഥ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം. ഈ തിരക്കഥ എന്താണെന്ന് വെച്ചാൽ ഇത് തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയി സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഈ അമ്പലക്കൊള്ളക്കാരുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യമാണ് കേരളത്തിലെ CPM-നുള്ളൂ. അതാണ് ഇന്നലെ കോടതി പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. എനിക്ക് വളരെ സങ്കടമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തില്ല എന്നുള്ളത്. കാരണം ഉന്നതരുടെ പങ്കില്ലാതെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കാൻ പറ്റില്ല. ഇന്നലെ ദേവസ്വം ബെഞ്ചിന്റെ കമന്റാണ്. ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകണം. ഇന്നലെ ദേവസ്വം ബെഞ്ചിന്റെ കമന്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പത്മകുമാറോ വാസുവോ മാത്രമല്ല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ. ഉന്നതരിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആരാണ് അടുത്ത ഉന്നതൻ? ആരാ? ദേവസ്വം ചെയർമാൻ കഴിഞ്ഞാൽ ദേവസ്വം പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ഉന്നതൻ ആരാ? ദേവസ്വം മന്ത്രിയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ VN വാസവനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്ന അമ്പലക്കൊള്ളക്കേസ്, സ്വർണ്ണക്കൊള്ളക്കേസ് അത് മറച്ചു പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു മൂടുപടമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പോലീസ് എന്ത് നടപടിയെടുത്താലും, അത് പരാതിയിൽ നടപടിയെടുത്താലും, കേസ് മുഖേന കോടതി എന്ത് നടപടിയെടുത്താലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായ നിലപാട് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാടിന് യാതൊരു കുഴപ്പവുമില്ല. ധാർമ്മികമായ നിലപാടാണത്, സ്ത്രീപക്ഷ നിലപാടാണ്. അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത് വരെ ഏതൊരാളും ഒളിവിൽ കഴിയുന്നത് ചില കേസുകളുടെ സ്വാഭാവികതയാണ്. ഇവർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി പോലീസിന് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് പോകുമ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പുറത്ത് കഴിയുമ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പോലീസ് ഒരു വലിയ ഡ്രാമ കളിക്കുകയാണ്. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശബരിമല സ്വർണ്ണ കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ പോലും കോടതിയുടെ വിധി പറഞ്ഞത് ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നുള്ളതാണ്. ആ അമ്പലം വിഴുങ്ങികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്പലക്കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ ആരോപണമാണ്. ഇല്ല, അങ്ങനെയല്ല ഇതിന്റെ വിഷയം. ഇതിനകത്ത് അപ്പൊ താങ്കളോട് മറുചോദ്യം ഞാൻ ചോദിക്കണം. കേരളത്തിലെ പോലീസ് അത്ര കഴിവുകെട്ട പോലീസാണോ? അല്ല, ഞാൻ പറയുന്നത് അല്ല. അപ്പൊ താങ്കളുടെ താങ്കൾക്ക് അപ്പല്ലേ ഇപ്പൊ അന്നേരം താങ്കൾ ചോദിച്ചതിന്റെ കൗണ്ടർ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കേരളത്തിലെ പോലീസ് ഇത്ര കഴിവുകെട്ട പോലീസാണോ? ഇതിലിപ്പോ ആദ്യമോ രണ്ടാമതോ പറഞ്ഞതാണോ? കഴിവുകെട്ട പോലീസാണോ കേരളം ഭരിക്കുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം കൂടി ഈ MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിലുണ്ട്. കാരണം പാർട്ടിയുടെ ഒരു നിലപാട് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. അത് ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. അത് ഔദ്യോഗികമായും രാഹുലിനെ അറിയിക്കാനുള്ള സംവിധാനത്തിലൂടെ അറിയിക്കും. പക്ഷേ അദ്ദേഹം രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ ഒരു ബേസിലും കൂടിയാണ്. അത് അദ്ദേഹവും തീരുമാനിക്കട്ടെ. പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇനിയുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന്
മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിധി പ്രസ്താവം എന്താ ആയിരിക്കുമെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനം വരുന്നത്. ഏതായാലും ഞങ്ങളാരും അദ്ദേഹവുമായിട്ട് ഒഫീഷ്യലി ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ KPCCയുടെ നിലപാട് പ്രസിഡന്റ് പറഞ്ഞതാണ്, രാജിവെക്കുന്നതായിരിക്കും ഉചിതമെന്നുള്ളതാണ് KPCCയുടെ നിലപാട്. ഇന്നലെ ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയല്ലോ, അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു ജാമ്യം കിട്ടിയെന്ന് കാര്യം ഇപ്പോൾ അങ്ങ് ഏത് രീതിയിൽ സംസാരിക്കുന്നതാണ്? ഞാനിനി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നോട്ട് അറസ്റ്റ് കിട്ടിയായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ. ഇനിയിപ്പോ രാഹുലിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം പോലും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് ഒരു സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംഭവിക്കുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്കൊരു കോടതി വിധി വന്നു കഴിഞ്ഞു. ഇപ്പം കോടതി ഇനി അങ്ങനെ പറഞ്ഞുമായിരുന്നെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല. കോടതി മറ്റൊരു കാര്യം പറഞ്ഞു. എന്താണ്? ഉന്നതരിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം പോകണം, വേണമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കാത്തത്? ഏത് സംഭവിക്കുമായിരുന്ന കാര്യമല്ല, ഹൈക്കോടതിയിൽ സംഭവിച്ച കാര്യമാണ്. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ആദ്യം മുതലേ പറഞ്ഞു അമ്പലം വിഴുങ്ങികളാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഇന്നലെ പറഞ്ഞു ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകണമെന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്, ഹൈപ്പോത്തറ്റിക്കൽ അല്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് നിങ്ങളോട് എന്ത് പറയാൻ സാധിക്കും? രാഹുലും ഏറ്റവും ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തിയ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അതിപ്പോ എവിടം വരെയായി സ്റ്റാറ്റസ്? അതായത് വയനാട്ടിൽ ഞങ്ങൾ ഭൂമി കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ പ്രൊസീജിയറിലാണ്. ഞങ്ങൾ ഏകദേശം 1-2 ഭൂമികൾ ഫൈനലൈസ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ, കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിയമപരമായ സാങ്ക്ടിറ്റി ഉള്ള ഒരു ഭൂമി ലഭിക്കുക എന്നുള്ളതാണ്. സർക്കാരിന് എല്ലാ സംവിധാനം ഉണ്ടായിട്ട് പോലും സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കാൻ എടുത്തത് ഏതാണ്ട് 1 കൊല്ലക്കാലമാണ്. കാരണം 2 എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ നിയമപരമായ സാങ്ക്ടിറ്റിയോടുകൂടി കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കാൻ അവർക്കെടുത്തത് ഏതാണ്ട് 8 മാസ കാലക്രമമാണ്. മുസ്ലിം ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്ത് പണി തുടങ്ങിയപ്പോൾ വില്ലേജ് ഓഫീസർ അവിടെ പരാതിയുമായി വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായ സാങ്ക്ടിറ്റി ഉള്ള ഒരു ഭൂമി ലഭ്യമാകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കടമ്പ. ഏകദേശം 2 ഭൂമിയിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഭൂമി ഉടനെ ലഭ്യമായാൽ തന്നെ ഉടനെ അതിൻ്റെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്ത് പണി തുടങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് പോകും. ഒരു സംശയവും വേണ്ട, വയനാടിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്ത 100 വീട്, ആ 100 വീട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഏകദേശം 1,05,00,000 രൂപയോളം അക്കൗണ്ടിലുണ്ട്. ആ അക്കൗണ്ടിലുള്ള പണത്തെ സംബന്ധിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഞാനും അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്ത വീടിന് എത്ര രൂപയാണോ വേണ്ടത് അത്രയും രൂപ കൊടുത്ത് തന്നെ ആ വീട് പണി ഞങ്ങളവിടെ പൂർത്തീകരിക്കും. അത് 100 വീട്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ 100 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ വീടുകൾ ഒരു ടൗൺഷിപ്പായി തന്നെ വയനാട്ടിലെ ടൗൺഷിപ്പുകളിൽ ഏറ്റവും മികച്ച ടൗൺഷിപ്പായി അതവിടെ നിലനിൽക്കുകയും ചെയ്യും. താങ്കളുടെ ഓർമ്മയല്ലല്ലോ എൻ്റെ ഓർമ്മ. എനിക്ക് വളരെ കൃത്യമായ ഓർമ്മയുണ്ട്. അന്ന് 86 ലക്ഷം രൂപയുടെ താങ്കളുടെ കയ്യിലേക്ക് അന്ന് ഞങ്ങൾ ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നതാണ്. ഞാൻ പറയട്ടെ താങ്കളുടെ കയ്യിലിട്ട് അന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നു. ഞാനിരിക്കുന്ന വാർത്താ സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയാണ് അന്ന് അത് പരിശോധിച്ചത്. അതിൽ നിന്ന് 1 രൂപ പുറത്തേട്ട് പോയിട്ടില്ല എന്ന് പത്തനംതിട്ടയിലെ പത്രക്കാരെല്ലാം ഞാൻ ഞാൻ ഒരു തെറ്റിദ്ധാരണയില്ല എനിക്ക് ആ കാര്യത്തിൽ. ഞാൻ അന്ന് നടന്ന സംഭവമാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ചേർന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിൽ 1 രൂപ പോലും പുറത്തേട്ട് പോയിട്ടില്ല എന്ന്. അല്ല, ഞാൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 1 രൂപ പോലും പുറത്തേട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അന്നായതാണല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ആ അക്കൗണ്ടിൽ അന്നുണ്ടായിരുന്നത് ഏകദേശം 86 ലക്ഷം രൂപയാണ്. അതിനുശേഷം കുറച്ച് പൈസ കൂടി ഞങ്ങൾക്ക് കമ്മിറ്റികളിൽ നിന്ന് പിരിച്ചു കിട്ടാനുണ്ടായിരുന്ന പൈസ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് അവരുടെ മേൽ, നമുക്ക് സ്വാഭാവികമാണല്ലോ, ഒരു കളക്ഷൻ നടത്തുമ്പോൾ ആദ്യം ഒരു ഘട്ടത്തിൽ പണം തരും, പിന്നീട് അവരെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കും, പിന്നീട് അവർ പിരിച്ചു കിട്ടാനുള്ള പണം, ഇപ്പോൾ ഒരാൾ ഉറപ്പ് താങ്കൾ ഒരാൾക്ക് 100 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, പിന്നീട് 2 പ്രാവശ്യം 3 പ്രാവശ്യം ചോദിച്ചാലാണ് താങ്കൾ കൊടുക്കുക. അങ്ങനെ പിരിച്ചു കിട്ടാനുള്ള പണം കുറച്ചുകൂടി വന്നു. അങ്ങനെ അല്ല, അദ്ദേഹം അങ്ങനെയുള്ള ആളാണല്ല. ഞാൻ പറഞ്ഞത് ഏകദേശം 1,10,00,000 രൂപയോളം ഇപ്പോൾ പിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആ പിരിച്ചു കിട്ടിയ പണം ഇപ്പോഴും അക്കൗണ്ടിലുണ്ട്.
കൃത്യമായി ബാക്കിയുള്ള പണവും അടുത്ത ഘട്ടത്തിൽ പിരിച്ചു കിട്ടും. ആ പിരിച്ചു കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭൂമി ലഭ്യമായാൽ ആ പണി വളരെ കൃത്യമായി ടൗൺഷിപ്പായി പൂർത്തീകരിക്കും. 100 വീടിന് എത്ര കോടിയായിരിക്കും പ്രതീക്ഷിക്കുന്ന ചെലവ്? 100 വീടിന് ഞങ്ങൾ അന്ന് കണ്ട ചിലവ്, അതായത് ഒരു വീടിന് 8 ലക്ഷം രൂപയാണ്. ചിലവ് ചോദിച്ചത് നന്നായി, വേറെ ഒരു ചിലവ് ഞാൻ അങ്ങോട്ടും ചോദിക്കാം. ഒരു വീടിന് 8 ലക്ഷം രൂപയാണ് ഞങ്ങൾ ചിലവ് കണ്ടത്. സാധാരണ നമുക്കറിയാം ലൈഫ് മിഷനിൽ 4 ലക്ഷം രൂപയാണ് ചിലവ്. ഞങ്ങൾ കണ്ടത് 8 ലക്ഷം രൂപയാണ്. ഏകദേശം 30 വീടുകളാണ് ഞങ്ങൾ, അതായത് രാഹുൽ ഗാന്ധിയുടെ 100 വീട് പദ്ധതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ 30 വീടാണ്. 8 ലക്ഷം രൂപ വെച്ച് 30 വീടിന് 2,40,00,000 രൂപയാണ്, അതായത് 2.5 കോടി രൂപയാണ് ഞങ്ങളുടെ ടാർഗറ്റ് ആണല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരും, അല്ല ഇനി ബാക്കിയൊന്നും വരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അല്ല ഇനി അത് നിങ്ങൾ ഉത്തരം പറയണം. വയനാട് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പ്രൊജക്റ്റ്, ടൗൺഷിപ്പ് പ്രൊജക്റ്റ് എത്ര കോടി രൂപയുടെയാണെന്ന് അറിയാമോ? 750 കോടി രൂപയുടെയാണ് ആണല്ലോ. വയനാട് സർക്കാർ പണിയുമെന്ന് അവകാശപ്പെടുന്ന വീടിന് എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ? 20 ലക്ഷം രൂപയാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. എന്താണ് എർത്ത്ക്വേക്ക് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണിയുന്ന റെസിസ്റ്റൻ്റോട് കൂടിയ വീടുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നും അതിൻ്റെ ഡിസൈൻ എന്നുള്ള ഒരു കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഞാനിപ്പോഴും പറയുന്നു 8 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപ കൂടുതൽ മുടക്കേണ്ട സാഹചര്യം അങ്ങനെ ഒരു വീടിനില്ല എന്ന് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഇനി അതവിടെ നിൽക്കട്ടെ. 20 ലക്ഷം രൂപ ഒരു വീടിന് മുടക്കിയല്ലോ. 100 വീടിന് എത്ര കോടി രൂപ വേണം? 20 കോടി രൂപ. 200 വീടിന് എത്ര വേണം? 40 കോടി. 300 വീടിന് 60 കോടി. 400 വീടിന് 80 കോടി. 400 വീടാണ് അവിടെ പണിയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 80 കോടി രൂപ. ഒരു ഹോസ്പിറ്റൽ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഒരു സ്കൂൾ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു 25 കോടി രൂപ. എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും 150 കോടി രൂപയുടെ മുകളിൽ വരില്ല. ഈ 750 കോടിയുടെ ബാക്കി കോടി എവിടെയാണ് പോകുന്നത്? ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത്? ഈ 750 കോടിയുടെ ബാക്കി തുക എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ആ ചോദ്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ആ ചോദ്യങ്ങൾ വളരെ കൃത്യമായി ഉന്നയിച്ചിരിക്കും. ഈ കേരളത്തിൽ ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്ത വർക്കുകൾ ശുദ്ധ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. കോടതി കണ്ണൂരിലെ കോർപ്പറേഷൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഇവർക്ക് കൊടുത്ത ടെൻഡർ തന്നെ സുപ്രീം കോടതി റദ്ദാക്കി. വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ്. 750 കോടി രൂപയുടെ പ്രൊജക്റ്റ് കൊടുത്തിട്ട് 150 കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത 20 കോടി ഉണ്ടല്ലോ, അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് 40-50 കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണ് ഇന്ന് നിലവിലുള്ളത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും. അല്ല, ഞങ്ങൾ എപ്പോഴാണോ വീട് പണി തുടങ്ങുന്നത് ആ ഘട്ടത്തിൽ ആ വീട് പണിക്ക് ആവശ്യമായ പണം ഞങ്ങൾ കണ്ടെത്തും. അത് ഏത് രീതിയിൽ ഇപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞില്ലേ, അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ 1,10,00,000 രൂപ അക്കൗണ്ടിലുള്ളൂ. ഞങ്ങൾക്ക് ഏകദേശം 2.5 കോടി രൂപ ടാർജറ്റ് ഉണ്ട്. ബാക്കി പണം ഞങ്ങൾ കണ്ടെത്തും. അത് കണ്ടെത്തുന്നത് ചിലപ്പോൾ ഞങ്ങൾ പാർട്ടിക്കാരിൽ നിന്ന് പിരിച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഡൊണേഷൻ എടുത്തിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ചലഞ്ചുകൾ വെച്ചിട്ടായിരിക്കും. അത് ആ ഘട്ടത്തിൽ എങ്ങനെ കണ്ടെത്തണമോ, എപ്പോഴാണോ പണി തുടങ്ങുന്നത് ആ ഘട്ടത്തിൽ വളരെ കൃത്യമായി അത് കണ്ടെത്തും, വളരെ കൃത്യമായി ഇത് പണിത് തീർക്കുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പം ഞാൻ സർക്കാർ പറഞ്ഞതുപോലെ ഒരു സമയം പറയാനില്ല. സർക്കാർ പറഞ്ഞത് 6 മാസം കൊണ്ട് വീട് പണിയുന്ന. ഇപ്പൊ 1.5 കൊല്ലമായില്ലേ, ഒരു വീട് പോലും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സർക്കാരിനെ പോലെ വെറും വാക്ക് പറയാൻ പറ്റില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഭൂമി ഞങ്ങൾക്ക് ലഭ്യമായാൽ, ഞങ്ങൾ ഭൂമി ലഭ്യമാകുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ആ ഭൂമി ലഭ്യമായാൽ ഉടനടി വർക്കുകൾ തുടങ്ങും. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അല്ല, ഇതിനകത്ത് ക്രൈസിസ് അല്ല ഇതിൻ്റെ പ്രശ്നം. ഇത് ഞങ്ങളെടുത്ത നിലപാട് വളരെ കൃത്യമാണ്. ഈ നിലപാട് വളരെ ആർജവത്തോടു കൂടി ജനങ്ങളോട് പറയുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
ഞങ്ങൾ CPM-ന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. അത് മുകേഷിന്റെ കാര്യത്തിലും ശശിയുടെ കാര്യത്തിലും ഗോപി കോട്ടമുറിക്കലിന്റെ കാര്യത്തിലും ഇവർ പരാതി വന്ന PK ശശിയുടെ കാര്യത്തിലുമൊക്കെ CPM എടുത്ത നിലപാട്, പാർട്ടി കമ്മീഷനും അതുപോലെ പീഡനം അളക്കുന്ന അളവുപോലുള്ള മെഷീനുമായിട്ട് ഇവർ പോയതുപോലെ ഞങ്ങൾ ആരും പോയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി നടപടിയെടുത്തു. പരാതി വന്നപ്പോൾ പോലീസിന് കൈമാറി. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ഈ വിഷയത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആൾ തന്നെയായിരുന്നു രാഹുൽ. അതിനെന്താ സംശയം? ഞങ്ങൾക്ക് അത്ര പൊട്ടൻഷ്യലുള്ള ഈ പാർട്ടിയിലെ ഏറ്റവും അനിവാര്യനായിരുന്ന ഭരണപക്ഷത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചു നിർത്താൻ സാധിക്കുന്ന ഏറ്റവും കഴിവുറ്റ ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ പോലും ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടി ഒരു ബോൾഡായ സ്റ്റാൻഡ് എടുത്തു. അങ്ങനെ ഒരു ബോൾഡായ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ CPM എടുക്കുന്ന ഇരട്ടത്താപ്പ്, അത് സ്വർണ്ണക്കൊള്ളക്കേസിലും. എന്തുകൊണ്ട് പത്മകുമാർ എന്ന് പറയുന്ന കാട്ടുകള്ളനെ അമ്പലം വിഴുങ്ങിയായ കാട്ടുകള്ളനെ ഇതേവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല? ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ പാവഭാരം ആർക്കൊക്കെയുണ്ട്? ഇത് ഈ പാർട്ടി സെക്രട്ടറിക്ക് അതിൽ നിന്ന് കൈയൊഴിയാൻ സാധിക്കുമോ? N വാസുവിനെ ഇതേവരെ പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അമ്പലക്കൊള്ളയുടെ പങ്ക് ഇവർ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കാൻ ഉള്ള ഒരു അവസരമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളോട് സംവദിക്കും, പറയും, ആർജവത്തോടു കൂടി തുറന്നും കാണിക്കും. അങ്ങനെയൊന്നുമില്ല. സംസ്ഥാന അധ്യക്ഷനെ ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും പാർട്ടി നേതൃത്വവും കൂടി ചേർന്ന് കണ്ടുപിടിച്ച അല്ലെങ്കിൽ തിരഞ്ഞെടുത്തയാളാണ്. അപ്പോൾ അതിനകത്ത് ആരുടെ നോമിനി, ഇന്നയാളുടെ നോമിനി എന്നൊന്നുമില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പത്മകുമാർ പ്രചരണത്തിൽ CPM-നായിട്ട് പോകുന്നില്ല, അദ്ദേഹം ഇപ്പോൾ ജയിലിലാണെന്നാണ് പറഞ്ഞത്. വളരെ നല്ലൊരു തീരുമാനമായി പോയി അത്. ഈ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ടോ CPM-ന്റെ? പുറത്താക്കിയത്. ഇപ്പോൾ താങ്കൾ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ മാധ്യമ പ്രവർത്തകനാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരൻ തന്നെയല്ലേ? എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയല്ലേ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്? എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ എല്ലാ പരിപാടിയിലും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജിനെതിരെ എന്തോ ആരോപണം പറഞ്ഞു. അതൊക്കെ പത്തനംതിട്ടയിലെ CPM-കാരൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും അങ്ങനെ മാനത്തുനിന്ന് പൊട്ടി വന്നതൊന്നും അല്ല, ചില മന്ത്രിമന്ദിരങ്ങളിൽ നിന്ന് വന്നതാന്നുള്ള അടക്കം പറച്ചിലൊക്കെ ഉണ്ട് ഈ കേസ്. അതെന്തു ആയിക്കൊള്ളട്ടെ, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അവർ തീർത്തോട്ടെ. എന്തു വന്നാലും ഈ ചില കള്ളന്മാർ തമ്മിൽ അടികൂടുമ്പോഴാണ് ചില കള്ളത്തരത്തിന്റെ സത്യകഥകൾ പുറത്തു വരികയുള്ളൂ. പണ്ടേ ഉള്ള കാര്യമാണ്, ചരിത്രമാണ്. കാരണം അത് ചേർന്ന് നടത്തിയ കള്ളത്തരം ഈ രണ്ട് കള്ളന്മാർ തമ്മിൽ മാറുമ്പോൾ അല്ലെങ്കിൽ അവർ വേർപിരിയുമ്പോൾ ആ ചെയ്ത കള്ളത്തരത്തിന്റെ ചില കാര്യങ്ങൾ പുറത്തു വരും. അങ്ങനെയാണ് ഇത് പുറത്തു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തു ആയിക്കൊള്ളട്ടെ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, പത്മകുമാർ CPM അംഗമാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇന്നും പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞിട്ട് പോലുമില്ല CPM. അവിടെയാണ് പ്രശ്നം. വാസുവിനെ തള്ളിപ്പറഞ്ഞിട്ട് പോലുമില്ല. കാരണം എന്താണെന്നറിയോ? വാസു കൊടുത്ത കാശും കൊണ്ടാണ് പല പാർട്ടി ഓഫീസും അല്ലെങ്കിൽ യൂണിയൻ ഓഫീസും തിരുവനന്തപുരത്തൊക്കെ പൊങ്ങിയിരിക്കുന്നത്. വാസു കൊടുത്ത കാശും കൊണ്ടാ. അതൊക്കെ ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തർ ശബരിമലയിലിട്ട ആ പണത്തിന്റെ പങ്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഈ അയ്യപ്പന്റെ സ്വർണത്തിന്റെ പങ്ക് പറ്റി ഇവരൊക്കെ ഗുണം പിടിക്കുമോ? ഒരിക്കലും ഗുണം പിടിക്കാനും പോകും.